ഒരു ഹാഫ് ടോൺ എഫക്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഫോട്ടോഷോപ്പിൽ ഫയൽ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കമൽ ഹാസൻ്റെ ഒരു ഇമേജാണ്. ഈ ഇമേജ് ഓൾറെഡി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. നിങ്ങളെടുക്കുന്ന ഇമേജ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഹ്യൂ ആൻഡ് സാച്ചുറേഷനിൽ പോയി അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കുക. അതിനുശേഷം Ctrl+J അടിച്ച് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. ഡ്യൂപ്ലിക്കേറ്റ് ഇമേജിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. ഫിൽറ്റർ ഓപ്പൺ ചെയ്തതിന് ശേഷം ഫിൽറ്റർ ഗാലറി ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് കൊടുക്കുന്നത് റെറ്റിക്കുലേഷൻ എഫക്റ്റാണ്. അതിൻ്റെ ഡെൻസിറ്റി 40, ഫോർഗ്രൗണ്ട് ലെവൽ 3, ബാക്ക്ഗ്രൗണ്ട് ലെവൽ 7. അതിനുശേഷം ന്യൂ എഫക്റ്റ് ലെയർ കൊടുത്ത് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. രണ്ടാമതായി കൊടുക്കുന്ന എഫക്റ്റ് ടെക്സ്ചറിൽ ഗ്രെയിൻ എഫക്റ്റ് ആണ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി 28, കോൺട്രാസ്റ്റ് 56. ഒരു ലെയർ കൂടി ആഡ് ചെയ്യുക. ആ ലെയറിൻ്റെ ഹാഫ് ടോൺ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഹാഫ് ടോൺ എഫക്റ്റിൻ്റെ സൈസ് 2, കോൺട്രാസ്റ്റ് 50. ഒരു ലെയർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഫിലിം ഗ്രെയിൻ എഫക്റ്റ് ആഡ് ചെയ്യുക. അതിൽ ഗ്രെയിൻ 11, ഹൈലൈറ്റ് 70, ഇൻറ്റൻസിറ്റി 6. ഇങ്ങനെ ഈസിയായി ഒരു ഹാഫ് ടോൺ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ PST ഫയൽ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം എന്ന് കാണിച്ചു തരാം. അതിൽ ഫസ്റ്റ് ലെയർ സെലക്ട് ചെയ്ത ശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ച് റീപ്ലേസ് കണ്ടൻറ്റ് കൊടുക്കുക. അപ്പോൾ ഗാലറി ഓപ്പൺ ആവുന്നതാണ്. നിങ്ങൾക്ക് അവിടെ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള ഫോട്ടോ സെലക്ട് ചെയ്ത ശേഷം ഓക്കെ അടിച്ചു കൊടുക്കുക. സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഹാഫ് ടോൺ എഫക്റ്റ് റെഡി. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി ഇടുക. ഇതുപോലുള്ള കണ്ടൻറ്റുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ.